ഞാന് ജാനു ആൻഡ് സർക്കിലും കൂടി ഇപ്പൊ വരും അപ്പവും മുട്ടക്കറി നാളേക്കല്ലേ. 59 പേരായിട്ടാണ് പോകുന്നത്. ശരിയായില്ല. എന്റെ പേര് പറഞ്ഞല്ലോ, ട്രാവൽ വിത്ത് ശ്രുതി. ശ്രുതി അതാണോ നിന്റെ വീട്ടും പേര്? നീ ശരിക്കുള്ള പേര് പറ. വെള്ളത്തിന്റെ കളറ് നോക്കൂ. എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. അങ്ങനെ പറഞ്ഞ വരില്ല. Woke up late, missed the morning glaze, but the sunlight hits in so many ways. സ്വപ്നം കാണും ആകാശത്തു പിന്നരൻ. ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ 7 മാസത്തിന് ശേഷം ഇത് തിരിച്ച് ട്രാവൽ വ്ളോഗ്സിനായിട്ട് വന്നിരിക്കുകയാണ് വിത്ത് ട്രാവൽ വിത്ത് ശ്രുതി. ഹലോ ഗൈസ്. അതെ, അപ്പോൾ ശ്രുതി ഇത് നോർവേയിൽ നിന്ന് രാവിലെ ഇതിപ്പോൾ വന്ന് മ്യൂണിക്കിൽ ലാൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിശക്കുണ്ടെന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അതെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. കാരണം എനിക്ക് വളരെ 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 വിശപ്പുണ്ട്. അതെ, അപ്പോൾ ശ്രുതിക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൂസ്ബുർഗ് എന്നാണ് നമ്മുടെ ബസ് ഉള്ളത്. അപ്പോൾ അവിടേക്ക് ട്രെയിൻ കയറി പോകണം കേസ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പിയിട്ട് വരാം. അപ്പോൾ ശ്രുതി ലാൻഡ് ചെയ്തിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ളൂ. ഭയങ്കര വിശപ്പ്. വിശന്നിട്ട് ഫുഡ് കഴിക്കട്ടെ കേസ്. ഒന്നും പറയാനില്ല. ഇന്നലെ എനിക്കൊരു ഫുഡ് പോയിസൺ ആയി, ഒരു ബർഗർ കഴിച്ചിട്ട് ഹോസ്റ്റലിൽ. എന്നിട്ട് രാത്രി ഫുള്ള് വൊമിറ്റ് ചെയ്ത് ഒന്നും കഴിക്കാൻ പറ്റില്ല. ChatGPT ഒക്കെ തപ്പി പിടിച്ച് അപ്പോഴത്തേക്ക് ഞാൻ ഫാർമസി ചെന്ന് മരുന്ന് വാങ്ങിച്ച് ഇന്നലെ ഞാൻ ഒന്നും കഴിച്ചില്ല. ഇപ്പം ഞാൻ നോർവേയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് മ്യൂണിക്ക് വന്ന് എന്നിട്ട് ഞാൻ ഒന്നും കഴിച്ചില്ല, വെള്ളവും കുടിച്ചില്ല. ഞാൻ നേരെ വന്നു. ഇത് എന്നാടാ കട? കട കാണിച്ചു. പറയാൻ വയ്യ. എനിക്ക് സ്പൈസി കഴിക്കാൻ വേണ്ടിട്ട് ഞാനൊരു വെജിന്റെ പ്ലേറ്റ് മേടിച്ചിട്ട് ഇത് കഴിച്ചിട്ട് അവന്റെ ചിക്കൻ മോഷ്ടിക്കുക. അതെ, മൈക്ക് ഈ കയ്യിലായിരുന്നു. കുഴപ്പമുണ്ടോ? അപ്പൊ നമ്മൾ കഴിക്കാനായിട്ട് ചിക്കൻ ടിക്ക ടക്ക്, ഇത് നോൺ വെജിറ്റേറിയൻ സംഭവം. ഇയാളുടെ ഹോം മേക്കിംഗ്, ഹോം കുക്കിംഗ്, വെജ് ഹോം കുക്കിംഗ് കഴിക്കുന്നുണ്ട്. പിന്നെ മാംഗോ ലസ്സി, കോള. ഇതാണ് കഴിച്ചത്. നമ്മൾ മ്യൂണിക്കിൽ പാസിംഗ് ആർക്കേഡിൻ്റെ അകത്താണ് ഈ ഷോപ്പ്. അപ്പോൾ ഗൈസ്, നമ്മൾ മ്യൂണിക്കിൽ നിന്ന് 3 മണിക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ രാത്രി 9 മണിയായി. നമ്മളൊരു 7 മണിയാകുമ്പോൾ ന്യൂറംബർഗ് എത്തുമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ നമ്മുടെ DB മെയിൻ്റെനൻസും ഡിലേ ഒക്കെ ആയിട്ട് ഇപ്പോൾ രാത്രി 9 മണിയായി. അപ്പോൾ 9 മണിക്ക് നമ്മൾ എയർലാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സുദീബ്രോ കാറുമായിട്ട് നമ്മളതിനെ കളക്ട് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് നമ്മുടെ ട്രിപ്പിന് പോകുന്നത്. അപ്പവും മുട്ടക്കറി നമ്മൾ 50 പേർക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കളക്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് സുദീബ്രോ വന്നിട്ട് സുദീബ്രോൻ്റെ ഒപ്പം ബാക്കി ജോയിൻ ചെയ്യാം ഗൈസ്. ഇവിടുത്തെ കിളിയായിട്ടിരിക്കുന്ന ശ്രുതിനെ കാണിച്ചു തരാം. ശ്രുതി, എങ്ങനെയുണ്ട് യാത്ര? ട്രെയിൻ യാത്ര? DBയുടെ യാത്രയാണോ? അതെ അതെ അതെ. വീക്കെൻഡ് ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. നിന്ന് എഴഞ്ഞ് എത്ര മണിക്കൂർ കൊണ്ട് എത്തണം. ഞാൻ മര്യാദക്ക് ഞാൻ ഫ്ലിക്സ് ബസ്സിന്റെ ആളാ. ഞാൻ മര്യാദക്ക് എയർപോർട്ടിൽ വന്നിറങ്ങി ഫ്ലിക്സ് ബസ് എടുത്ത് വരാന്ന് പറഞ്ഞതാ. അവസാനം 11 DB ടിക്കറ്റ് കാരണം ഇത്രയും നേരമായത്. ചൂട് നമ്മളിരുന്ന് കമ്പാർട്ട്മെന്റിൽ AC ഇല്ല. വല്ലാത്ത അവസ്ഥ. അയ്യോ, ഒന്നും പറയണ്ട. വെരി ടയർഡ്. ക്ഷീണം. സുധിയേട്ടന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പൊ വരും.
വരണമല്ലോ, വരുമായിരിക്കും. ബ്ലൗ ഞാൻ ഫ്രണ്ടിനെ സുധിയേട്ടാ വ്ലോഗാ, യൂട്യൂബ് വ്ലോഗാ. നമ്മൾ രാവിലത്തേക്കുള്ള മുട്ടവും അപ്പക്കറിയും വാങ്ങാൻ വേണ്ടിയിട്ട് ഇതവിടെ കേര ബൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് ട്രക്കിൻ്റെ ഒരു പരിപാടി ഉണ്ട് മലയാളിച്ചേട്ടന്മാരുടെ. അവിടെ അവരുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. കണ്ടോ, ഇതാണ് കേര ബൈറ്റ്സ്, ഇതേവരുടെ ഫുഡ് ട്രക്ക്. അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ചായ കുടിക്കാനൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. അതെ, കേര ബൈറ്റ്സ്. ഇത്ര അധികം ആൾക്കാരുടെ അവർ വിചാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും ചായ കുടിച്ചിട്ട് പോകാന്നൊക്കെ. നമ്മളൊന്നും കഴിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ കേര ബൈറ്റ്സിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പവും മുട്ടക്കറി നാളേക്കുള്ളത്. വെൽ പാക്കഡ് ആണ്. താങ്ക് യു. വീഡിയോ കുഴപ്പമില്ല. ഒരു ഹായ് പറഞ്ഞു. എയർലൈൻസ് ഫ്ലൈറ്റ് നോക്കണ്ട, ഫ്ലൈറ്റ് 1 way 250 230 ആ ടൈം ആയതുകൊണ്ട്, സീസൺ ടൈം ആയതുകൊണ്ട്. നമ്മുടെ ബസ് ഇതാണ്. അപ്പം നമ്മൾ 59 പേരായിട്ടാണ് പോകുന്നത്. ശ്രുതിയും പിള്ളേരൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ഇതാ ബോർഡിങ്ങിന് കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് കയറാം ഗൈസ്. അപ്പോൾ ഇതാ നമ്മുടെ വണ്ടിയിൽ ഫുഡും സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. വെള്ളയപ്പവും മുട്ടക്കറിയും ഡ്രിങ്ക്സൊക്കെ. സുധേടാ പപ്പു അല്ലേ? ഓ ഓ ഓ പറയോ? അത് ശരിയായില്ല. അപ്പൊ നമ്മളുടെ സ്വിസിലേക്കുള്ള ഫസ്റ്റ് 1 day ട്രിപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഏത് ലൊക്കേഷനിലാണ് പോകുന്നത്, എത്ര മണിക്ക് എത്തും, എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. അയ്യോ, എന്റെ പേര് ശ്രുതി. ഓ, എന്റെ പേര് പറഞ്ഞല്ലോ, ട്രാവൽ വിത്ത് ശ്രുതി. ശ്രുതി അതാണോ നിന്റെ വീട്ടിൽ പേര്? ശരിക്കുള്ള പേര് പറ. നിങ്ങൾ എത്ര ശതമാനം ക്ഷീണിതരാണ്? അതെ, ഉറങ്ങണം എന്നുള്ള മൂഡിലുള്ള എത്ര പേർ? അറിയണുണ്ടോ? കൈപ്പൊക്ക്. ആരുമില്ല. ഒരാൾ. അങ്ങനെ ഒരാൾ. ഞാൻ ഇരിക്കാൻ വന്നോ? ഞാൻ ഡാൻസ് കളിക്കാൻ വന്നല്ല. അപ്പോൾ ഗൈസ്, നമ്മൾ സ്വിറ്റ്സർലാൻഡ് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരെയും എടുത്തിട്ടുണ്ട്. ഓസ്ബർഗിൽ നിന്നും ഹൈൽബ്രോയിൽ നിന്നുള്ള ടീംസൊക്കെ കയറിയിട്ടുണ്ട്. ബ്രോൻ്റെ പേര് പറയൂ. അഖിൽ ബ്രോയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഡ്രൈവർ. 2-3 ഡ്രൈവർമാരുണ്ട്. ചേട്ടൻ്റെ ഡ്രൈവറല്ല, കാണിക്കണ കുഴപ്പമില്ല. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ഏബിൾ ബ്രോ. വേറൊരാൾ കൂടി ഉണ്ട്, ആൻസൺ. അപ്പം എല്ലാവരും ഉണ്ട് ഗൈസ്. നമ്മൾ ഫുൾ വൈബാണ്. ഇപ്പോൾ ഫുൾ ഡ്രസ്സൊക്കെ ഫുള്ളായി. സിനിമയിലെടുക്കും. സുദീപ് ബ്രോ അറ്റൻഡൻസ് ഒക്കെ എടുത്ത് നടക്കുന്നുണ്ട്. ചേട്ടാ, എന്താ മിണ്ടാണ്ടിരിക്കണേ? ഉറക്കം വരുന്നോ? മിണ്ടാണ്ട് സൈഡിൽ മിണ്ടാണ്ട് ഒതുങ്ങിയിരിക്കാണ് പാവം. ഹിന്ദിയാണോ? നമ്മൾ രാത്രി മൊത്തം ഉറങ്ങി. ഇനിറ്റു ഉറക്കത്തൊന്ന് വരുന്ന പക്ഷി.
സുധിയേട്ടാ നേരം വെളുത്തിട്ട് 2 വാക്ക് ആദ്യം തന്നെ പോവല്ലേ എന്താ സ്ഥലം പിന്നല്ല. ഗുഡ് മോർണിംഗ്. വ്യൂ കാണും ഗൈസ്. വ്യൂ വെള്ളത്തിന്റെ കളർ നോക്കൂ. സോ എസ്തെറ്റിക് അല്ലേ? ആ വെള്ളത്തിന്റെ കളർ നോക്കൂ. നമ്മുടെ ബസ് അപ്പം മുട്ടക്കറി എപ്പം കിട്ടും? ശരി, നമ്മുടെ അപ്പവും മുട്ടക്കറി റെഡിയാണ് ഗൈസ്. ആരും എണീറ്റിട്ടില്ല. രാവിലെ 7 മണി. ബ്രെഡൊക്കെ ഉണ്ടല്ലോ. നമ്മൾ രാവിലെ ഇവിടെ ഇന്റർലേക്കൻ്റെ പാർക്കിങ്ങിൽ എത്തി. കുറേ ബസ്സുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഫ്രഷപ്പൊക്കെ ആയിട്ട് നമ്മൾ ഇന്റർലേക്കലിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വ്യൂസ് കുറവാണ്. ഇത് പാർക്ക് ചെയ്തിട്ടുള്ളൂ. ഗ്ലേഷ്യേഴ്സ് ഉണ്ട് ഇപ്പോഴും സമ്മറിൽ. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷം ഫുഡ് കഴിച്ച് തുടങ്ങി എല്ലാവരും റെഡി ആയിട്ട് കാണാം ഗൈസ്. നമ്മൾ ഫുഡ് കൊടുത്തു തുടങ്ങി. അപ്പോൾ മുട്ടക്രീം ഏത് പിള്ളേ ഇവരൊക്കെ ആരാ? അപ്പൊ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഫുഡൊക്കെ നല്ലതല്ലേ? ഫ്രഷ് സാധനമാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇന്റർലേക്കനിലെത്തി. ഞാൻ വീഡിയോ എടുക്കാൻ ലേറ്റായി. ഇപ്പോൾ നമ്മൾ സൈറ്റ് സീയിങ് ഒക്കെ തിരിച്ചു പോകാം. പിള്ളേർക്കൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് വ്യൂ ഒക്കെ കണ്ടു. കിട്ടില്ല തന്നെയല്ലേ? ഗ്ലേഷ്യർ കണ്ടു. നമ്മളിത് കഴിഞ്ഞിട്ട് ഇനി ഗ്രിൻഡൻവാൾഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ പിള്ളേരെല്ലാവരും അയ്യോ അങ്ങനല്ല, പറഞ്ഞ അയ്യോ കട്ട് ചെയ്യും ഞാൻ എൻ്റെ ഇടയിൽ. വണ്ടി കൂടാതെ 58 വരെ കാണാൻ. അപ്പം നമ്മൾ അങ്ങനെ ഗ്രിൻഡൻവാൾഡിൻ്റെ താഴത്തെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളിവിടുന്ന് കേബിൾ കാറിൽ പോകുന്നവരെ അവിടെ ഇറക്കി വിട്ടിട്ട് നമ്മൾ മേലേക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഇവരൊക്കെ പിള്ളേരൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട് ഗൈസ്. വ്യൂ നോക്ക്, ഇതാണ് നമ്മുടെ വ്യൂ. നമ്മുടെ ഷാമിൽ ബ്രോ. അതെ, ക്യാമറ ടു ക്യാമറ. സുധി ബ്രോ. വൈസ് നമ്മൾ ഇന്റർലേക്കിൽ നിന്ന് ഗ്രിൻഡൻവാൾഡിലെത്തി. ബസ് അവിടെ പാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ വ്യൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് മേലേക്ക്, വില്ലേജിൻ്റെ മേലേക്ക് നടന്ന് മേലേക്ക് പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാനുള്ള പരിപാടിയാണ്. കുറച്ച് പേര് മേലെ കേബിൾ കാർ എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേലെ പോയിട്ട് ബാക്കി വ്യൂവും കാര്യങ്ങളും കാണാം.
ഇതേ ഗൈസ് നമ്മുടെ പിള്ളേർ സിക്സ് വാച്ചിൻ്റെ ഷോപ്പിങ്ങിൻ്റെ അവിടെ ഷോപ്പിങ്ങിന് പോയി നടക്കുന്നുണ്ട്. 50 പേര് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രിപ്പ് എന്താണെന്ന് മനസ്സിലാത്തവർക്ക്, നമ്മൾ ജർമ്മനിയിൽ താമസിക്കുന്നവരിൽ അഫോർഡബിളായിട്ട് 1 ഡേ ട്രിപ്പിന് സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ട് 3-4 സ്ഥലങ്ങൾ ഒറ്റ ദിവസം നമ്മൾ കവർ ചെയ്തിട്ട് പോകാനുള്ള ഒരു പ്ലാനിലുള്ള ഒരു ട്രിപ്പാണിത്. അപ്പോൾ ഇതിൽ കൂടുതലും നമുക്ക് 35-40 പേരോളം പെൺകുട്ടികളാണ് വന്നിട്ടുള്ളത്, ഹൗസ് ബിൽഡിങ്ങിൻ്റെ നഴ്സിങ്ങിനുള്ളവർ. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ട് പോകുന്നുണ്ട്. പിന്നെ നല്ല വെതറുമാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോസ്. ഓ, എന്ത് പ്രശ്നമുണ്ടോ? നിങ്ങളേനൊക്കെ എടുക്കണേ. പർച്ചേസ് ചെയ്തോ. ഞാൻ മൈക്ക് തരാടാ. ഹലോ ഗായ്സ്, ഞങ്ങൾ ഗ്രീൻജൽ വാലിൽ ഇവിടെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രീൻജൽ വാലിൽ ഇപ്പോൾ നല്ല ടെമ്പറേച്ചർ ഉണ്ട്. ഇവിടെ ഞാൻ ജാനു ആൻഡ് സർക്കിളും കൂടി അങ്ങനെ തിരിയാനില്ല, എന്റെ ഒപ്പം തിരിയ മണ്ടന്മാരാണോ? അങ്ങനെ ഒന്നും എടുത്തിരി അങ്ങനെ അങ്ങനെ പറഞ്ഞ വരില്ല. അപ്പൊ നമുക്ക് നമ്മുടെ എന്താണ് യൂറോപ്യൻ വ്യൂസിന്റെ ട്രിപ്പിന്റെ ഹോസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാം ഗൈസ്. ഹൗ ഈസ് യുവർ ഹോസ്റ്റ്? ഹോസ്റ്റ് ആൻസർക്കൽ ഒഴിച്ച് ബാക്കിയെല്ലാ ഹോസ്റ്റും നല്ലൊരു ഹോസ്റ്റ്. വഴി കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വഴി തെറ്റിച്ച് 2 വട്ടം. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ആള് നല്ല മനുഷ്യനാണ്. ആൻസറൊക്കെ ഞങ്ങൾക്ക് സൂപ്പർ വ്യൂ കാണിച്ചു തന്നു. അടിപൊളി വ്യൂ. അതെ, ഒരു വ്യൂ ഞങ്ങൾ കാണിച്ചു തരാം. ഈ വ്യൂ ഗൈസ് നോക്ക്. എന്താ ഈ വ്യൂ ഇത്ര മോശമാണോ ഗൈസ്? ഈ വ്യൂ നോക്ക് ഗൈസ്, ഈ ഒരു ടൗൺ. Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grab my shades and hit the streets, no plan. അതൊന്നും പ്രശ്നമില്ല, ഫുള്ള് ഇടില്ല, കോപ്പറേറ്റ് കളയില്ല, കുറേശ്ശെ ഇടുള്ളൂ. ഫുള്ള് പാട്ടൊന്നും പറഞ്ഞില്ലല്ലോ നമ്മൾ ബസ്സിന്റെ ഫ്രണ്ടിൽ വെള്ളത്തിന്റെ കളർ നോക്കൂ. പറയാതെ പറയുന്ന കടുങ്കാപ്പി നിറമുള്ള കരളിൽ നിൻ കരവുണ്ടൻ കണ്ണിൽ കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാറുവെച്ചതല്ലേ എന്റെ കടുങ്കാപ്പി നിറവും. പശുവല്ലേ, കുതിരയാണോ? പശുവല്ലേ? കൗ കൗ. അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് എവിടേക്ക് പോണേ? നെക്സ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ലിൻ ചോക്ലേറ്റ് മ്യൂസിയത്തിലേക്കാണ്. ഒരു 1.5 hours ഡ്രൈവ്. ഓക്കെ. ഒപ്പം നമ്മുടെ സുധിയേട്ടന്റെ ഗാനവും ഇവരങ്ങ് ക്ലോസപ്പിന്റെ ആശാനാട്ടോ. എന്തേ ഇന്നും വന്നീല, എന്നോടൊന്നും ചൊല്ലില, മറുനാടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തു പിന്നരൻ, ആകാശത്തു പിന്നരൻ. അരിവന കിളിക്കണ കയ്യാലെ മനുഷ്യന് നിൽക്കണതാരാണ്, മണിവന വിളിക്കണ കയ്യാലെ വിളിക്കണതാരാണ്, മുഴുകണ
മഴലോരം നിന്റെ നേളം പോലെ ഓ ജർമ്മനിയിലെ യൂറോപ്പിലെ നിയമം അനുസരിച്ച് ഈ സൈക്കിൾ ഒതുങ്ങുന്ന വരെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുവരെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഗൈസ്, വളവാണ്. ഗൈസ് നമ്മൾ ലിൻഡറ്റ് ഹോം ഓഫ് ചോക്ലേറ്റ്സിൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഗ്രിൻഡൽവാൾഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ലിൻഡറ്റ് ഹോം ഓഫ് ചോക്ലേറ്റ്സിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. യെസ് ഗൈസ്, ഇതാണ് നമ്മളുടെ വേൾഡ് ഫേമസ് ലിൻഡറ്റിൻ്റെ ഹോം ഓഫ് ചോക്ലേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഗൈസ്. എനിക്കും ടിക്കറ്റ് കിട്ടിയിട്ടില്ല, പേടിക്കണ്ട എൻ്റെ പൊന്നോ. യെസ് ഗൈസ്, ലിൻഡറ്റ് ഹോം ഓഫ് ചോക്ലേറ്റ്സ്. ഞാൻ ഷോപ്പിംഗ് ചെയ്യാം. ചോക്ലേറ്റ് വാങ്ങുന്നുണ്ട്. ചോക്ലേറ്റ് വാങ്ങണതോ? എടാ എൻ്റെ കൈ രണ്ട് കയ്യിലും ഫോണാ, രണ്ട് കയ്യിലും സാധനങ്ങളാണ്. യെസ് ഗൈസ്, ഫസ്റ്റ് തന്നെ നമുക്ക് ചോക്ലേറ്റ് കിട്ടി. എൻ്റെ ചോക്ലേറ്റ് കാണാമല്ലോ. അഖിലേട്ടൻ ദുബായ് ചോക്ലേറ്റ് ഉണ്ട്. ദുബായ് ചോക്ലേറ്റ് ഉണ്ട് സ്വിറ്റ്സർലാൻഡില്. ബൈ വരും അല്ലേ? എന്തിനും ഇവിടെ വന്നു? സ്വിറ്റ്സർലാൻഡ് ചോക്ലേറ്റ് തപ്പി വന്നാൽ നമുക്ക് ദുബായ് ചോക്ലേറ്റ് ഉണ്ട്. ഇത് ഇതിൻ്റെ നമ്മൾ ഷോപ്പിങ്ങിൻ്റെ ഏരിയയിലാണ് വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈം വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മ്യൂസിയത്തിലേക്ക് ഫുൾ ചോക്ലേറ്റ് ആണ് ഗൈസ്. മിഠായി ഉണ്ടാക്കണം. ഇതിൻ്റെ കേട്ടോ ദക്ഷാണ് അവരെ കട്ട് ചെയ്യാന്ന് പറയും. ഈ ഒരു സാധനം വാങ്ങുന്നത് തന്നെയാണ് ഗൈസ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സൊവനിയർ. കാരണം ലുസേൺ എന്ന് പറയുന്നത് സ്വിസിന്റെ സൗത്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ജോംകോ ലൈക്ക് ടോപ്പ് ഓഫ് ദി യൂറോപ്പ്, അത് ഇതാണ്. പിന്നെ അത് ചെറുനാട്ടോ ഓഫ് ദി ബെസ്റ്റ് സ്കീംസ്. ടോബ്ലറോൺ അല്ലേ ഗൈസ്? ടോബ്ലറോൺ അല്ലത് ഇങ്ങനെ നമ്മുടെ ടോബ്ലറോൺ പോലെ ഇതിന് 5 ബോക്സിന് മാത്രം 5 യൂറോ. ബാക്കി ഒരു എന്താ പറയണ അതിന് ഒരു സോവനീർ 10 യൂറോ, ഇതിന് 5 യൂറോ. ഇതിന്റെ കൂടും മിഠായിട്ട്
ലിൻഡറ്റിൽ വന്നിട്ട് ഇതിന് ടേസ്റ്റ് ഇല്ല അത് ടേസ്റ്റ് ഇല്ലെന്ന് പറയുന്ന ആള് ആദ്യമായിട്ടാണ്. ഓറഞ്ച് വിത്ത് ചോക്ലേറ്റ് ഡൈൻ കോമ്പിനേഷൻ. പക്ഷെ ഇതിന്റെ റേറ്റ് അറിയല്ലേ? ബോൾസിന് നമുക്ക് ബോൾസ് മതി ഗൈസ്. ഇവിടെ ടൈപ്പ് നമുക്ക് 2 ചോക്ലേറ്റ് അല്ലേ എല്ലാം ഒരേപോലത്തെ കൊണ്ടുപോകാം. നാട്ടിക്കൊന്നല്ലേ ഞാൻ മേടിച്ചോണ്ട് പോകും, വീട്ടിലെ പിള്ളേർക്കും. ഇവിടെ എന്താ റേറ്റ് കുറവുണ്ടോ? കുറേ ഇല്ലേ, നല്ല ഇതാരാ അച്ചാച്ചനാ? ഒന്ന് വെച്ചേരാ. അതേ ഗൈസ്, ഞാൻ ഇതിൽ ചോക്ലേറ്റും പിന്നെ അതിൻ്റെ ഒപ്പം കുറേ മിഠായി മേടിച്ചിട്ടുണ്ട്. സോനിയ ഗൈസ്, നമുക്ക് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഓഡിറ്റോറിയം ഉണ്ട് 3D ക്ലാസ്സസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതിന് ടൈം കിട്ടിയിട്ടുള്ളത് 4:30-ക്കാണ്. അപ്പോൾ 4:30 അപ്പോൾ നമ്മളവിടെ കയറാൻ പോവാണ്. ഇതിൽ 3D കാണാൻ പറ്റും തോന്നുന്നു. വെർച്വൽ ടൂർ. ഹലോ, വെൽക്കം. ചേടാ, നമ്മൾ VR കാണാനായിട്ട് കാല് തറന്ന് പൊക്കി പിടിക്കുക, കാല് പൊക്കി പിടിക്കുക. നമ്മുടെ ചക്കക്കുരൊക്കെ പറിക്കണല്ലേ, ചെറിയ സാധനം. എല്ലാവരും VR വെച്ചിരുന്നിട്ടാണ് റിയാക്ഷൻ തോന്നി. പോയിട്ട് വാ. നമ്മൾ ഈ VR കാണാണ് ഡിസ്പ്ലേയിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, വീഡിയോ എടുക്കാം. എടുക്കണ്ട്. ഞാനത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Welcome back to the Lifetime of Chocolate. How was your VR experience? Did you enjoy it? Yeah, Was it your first VR experience? it's all good. Well, please leave your glasses to my colleague and follow me to the door for a sweet surprise. നമുക്ക് ചോക്ലേറ്റ് ഒക്കെ തിൻ്റെ അമ്മച്ചി. താങ്ക് യു സോ മച്ച്. നമുക്ക് പിന്നെയും ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടി. നമ്മൾ തിരിച്ചു വന്നു ഗൈസ്. എന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ 2 മാസം പെട്ടിട്ടില്ല. ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട് ഗൈസ്. നമ്മളുടെ ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് നമ്മളിതാ പുറത്തിറങ്ങി. ഇനി നമുക്ക് അടുത്തത് റെയിൻ ഫാൾസിലേക്ക് പോവാം. നമ്മൾ ലാസ്റ്റ് ടൈം റെയിൻ ഫാൾസിൽ പോയിട്ട് വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെയും നമ്മൾ റെയിൻ ഫാൾസിലേക്ക് പോവാണ് ഗൈസ്. താങ്ക് യു ഫോർ യുവർ വിസിറ്റ് നന്ദത്. ബൈ ബൈ, നെക്സ്റ്റ് ടൈം വിത്ത് സായ്. അപ്പം ഗൈസ്, നമ്മളുടെ പിള്ളേരെയും കൊണ്ട് ബോട്ടിൽ പോകുന്നു. ഞങ്ങൾ മാത്രം കയറിയില്ല. ഞങ്ങൾ അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ബോട്ടിൽ കയറാതെ, അതെ, ഞങ്ങളുടെ
ബോട്ട് റൈഡ് ത്യജിച്ച് ഞങ്ങൾ അവരെ ഷൂട്ട് ചെയ്യുകയാണ് ഗൈസ്. അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ 1 day ട്രിപ്പ് ഫ്രം ജർമ്മനി ടു സ്വിറ്റ്സർലാൻഡ്. നമ്മൾ ഇന്റർലാക്കും പോയി, ഗ്രിൻഡൻവാൾഡ് പോയി, അതുപോലെ ലിൻഡൻ ചോക്ലേറ്റ് മ്യൂസിയം പോയി, പിന്നെന്താ റെയിൻ ഫോൾസിൽ വന്നു, ബോട്ട് റൈഡ് ചെയ്തു. എന്നിട്ടും സ്റ്റിൽ ടൈറ്റ്. കുറേ പേര് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, പക്ഷേ നമ്മളത് റിയാലിറ്റിയിലാക്കി മാറ്റി ഗൈസ്. സോ വിത്ത് യൂറോപ്പ് ഓൺ വീൽസ് എവറിത്തിങ് ഈസ് പോസിബിൾ. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ 1 day ട്രിപ്പുകളും പാക്കേജുകളും ഇനി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സിനും കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ സുധീപ് ബ്രോയിന് ഫോളോ ചെയ്യുക. ട്രിപ്പ് അടിപൊളിയല്ലേ? എടാ നീ ഇങ്ങോട്ട് പോയി നിൽക്കുക